ആത്തൂർ ഫെസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? കർണാടകയിലെ ക്ഷേത്ര നഗരമായ ഉടുപ്പി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കർക്കല താലൂക്കിലെ ഒരു ചെറിയ ഗ്രാമമാണ് ആത്തൂർ. ആത്തൂരിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രശസ്തമായ ഒരു റോമൻ കാത്തലിക് ദേവാലയത്തിന്റെ വാർഷിക പെരുന്നാളിനെയാണ് ജാത്രെ അഥവാ ആത്തൂർ ഫെസ്റ്റ് എന്ന് പറയുന്നത്. ആ കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഫ്രണ്ട്സ്, ഞാൻ ലിൻഡ വർഗീസ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് NH 169 ഇത് മാംഗ്ലൂരിൽ നിന്ന് മൂടുബിദ്രി വഴി കാർക്കളയ്ക്കുള്ള റൂട്ടാണ്. ഇവിടെ റോഡിന് വീതി കൂട്ടുന്നതിന്റെ പണി നടക്കുന്നത് കൊണ്ട് തന്നെ റോഡ് അത്ര ക്ലിയർ അല്ല. അവിടെയായിട്ട് കുഴികളും വളവും തിരിവും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ ഈ റോഡ് ഉള്ളത്. ഈ റോഡിന്റെ പണി നടക്കുന്നതിനെ പറ്റി 4 മാസം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതിന്റെ പണി നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട്. അവിടെയായിട്ട് റോഡിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള റോഡുകളൊക്കെ വാഹനം കടന്നു പോകുന്നതിനായിട്ട് തുറന്നിട്ടിട്ടുമുണ്ട്. വളരെ പ്രശസ്തമായ ഒരു റോമൻ കാത്തലിക് ദേവാലയത്തിന്റെ വാർഷിക പെരുന്നാൾ കാണാൻ പോകുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ദേവാലയം ഏതാണെന്ന് പറഞ്ഞില്ല. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന റോമിലെ വളരെ പ്രശസ്തരായ 7 ഡീക്കന്മാരിൽ ഒന്നാമനായ സെന്റ് ലോറൻസിന്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായ സെന്റ് ലോറൻസ് ഷ്രൈൻ മൈനർ ബസിലിക്കയിലേക്കാണ് നമ്മൾ പോകുന്നത്. പല അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ദേവാലയം 18-ാം നൂറ്റാണ്ടിലാണ് പണി കഴിപ്പിച്ചത്. ഇവിടുത്തെ ഈ വർഷത്തെ വാർഷിക പെരുന്നാൾ ജനുവരി 21 മുതൽ 26 വരെയാണ്. മാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് 58 കിലോമീറ്ററും ഉടുപ്പിയിൽ നിന്ന് 42 കിലോമീറ്ററുമാണ് ഈ ദേവാലയത്തിലേക്കുള്ളത്. ജാത്രെ അഥവാ ആത്തൂർ ഫെസ്റ്റ് എന്നറിയപ്പെടുന്ന ഈ വാർഷിക പെരുന്നാൾ എല്ലാ വർഷവും ജനുവരി അവസാനത്തെ ആഴ്ചയാണ് നടത്തപ്പെടുന്നത്. തീയതികളിൽ ചിലപ്പോൾ 1-2 ദിവസം വ്യത്യാസം വന്നേക്കാം. അങ്ങനെ നമ്മൾ ദേവാലയത്തിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ദേവാലയത്തിലേക്ക് പോകുന്നതിന്റെ ആ ഒരു സിമ്പിളായിട്ടുള്ള ആർച്ച് നമുക്കിവിടെ കാണാൻ കഴിയും. ഇപ്പോൾ ഇവിടെ പെരുന്നാൾ നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വാഹനമൊന്നും ദേവാലയത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. 2 കിലോമീറ്റർ മുന്നേ തന്നെയുള്ള ഗ്രൗണ്ടുകളൊക്കെ പാർക്കിംഗ് ആയിട്ട് ഒരുക്കിയിട്ടിട്ടുണ്ട്. വൈകിട്ട് 5:30 ഞങ്ങൾ ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ലാതെ പെട്ടെന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റി. ഗ്രൗണ്ടിലോട്ട് കയറുമ്പോൾ തന്നെ ഇവിടെ മെഴുകുതിരി വിൽക്കുന്നതിനായിട്ട് ആൾക്കാർ നിൽപ്പുണ്ട്. അവർ നമ്മളെ എവിടെ പാർക്കിംഗ് ഫ്രീ ആയിട്ടുണ്ടെന്നുള്ളതൊക്കെ കാണിച്ചു തരും. ഇപ്പോൾ കണ്ടില്ലേ, ഇത്രയും വാഹനങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. വലിയൊരു ഗ്രൗണ്ടാണിത്. ഇതുപോലെയുള്ള കുറേയേറെ ഗ്രൗണ്ടുകൾ 4 വീലറിനും 2 വീലറിനും പ്രത്യേകമായിട്ട് പാർക്കിംഗ് ഒരുക്കിയിട്ടിട്ടുണ്ട്. ഫ്രീ പാർക്കിംഗ് സർവീസുമാണ്. ഇനി ഇവിടെ നിന്ന് ഏതാണ്ട് 2 കിലോമീറ്ററോളം നടന്നാൽ മാത്രമേ നമുക്ക് ദേവാലയത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. പോകും വഴിയുള്ള കാഴ്ച ഇതാണ്. ഈ ഒരു പെരുന്നാളിന്റെ മെയിൻ അട്രാക്ഷനാണ് ഇതുപോലെയുള്ള തണ്ണിമത്തൻ വിൽപ്പനക്കാര്. ഇവിടെ നിന്ന് മുന്നോട്ട് നമുക്ക് നമ്മുടെ വാഹനം കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിലും ഓട്ടോ സർവീസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഓട്ടോയിൽ പോകാം. അതും ദേവാലയത്തിന്റെ 1/2 കിലോമീറ്റർ പിന്നിൽ വരെ മാത്രമേ നമുക്ക് പോകാൻ കഴിയുകയുള്ളൂ. ഞങ്ങൾ കുറച്ചു ദൂരം ഇങ്ങനെ മുന്നോട്ട് നടന്നപ്പോൾ ഒരു ഓട്ടോക്കാരൻ വന്നിട്ട് ഞങ്ങളോട് 10 രൂപ തന്നാൽ മതി, അവിടെ ഇറക്കാമെന്ന് പറഞ്ഞു. 1 മിനിറ്റ് പോലും യാത്ര ചെയ്യേണ്ടതായിട്ടില്ലായിരുന്നു. അത്രയും ദൂരത്തേക്കാണ്. പക്ഷെ ഞങ്ങൾ 3 പേരൂടെ കയറി അവിടെ കൊണ്ടിറക്കിയപ്പോൾ കക്ഷി പറയാ ഒരാൾക്കാണ് 10 രൂപയെന്ന്. അവസാനം പിന്നെ 20 രൂപയൊക്കെ കൊടുത്ത് അത് അഡ്ജസ്റ്റ് ചെയ്തു. ഒരുപാട് ദൂരത്തു നിന്നൊക്കെ ഇവിടെ ആൾക്കാർ വരുന്നത് കൊണ്ട് തന്നെ ഓട്ടോക്കാർ ശരിക്കും പറ്റിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. കണ്ടില്ലേ, ഒരു സ്ത്രീയും ഒരു മോളും കൂടി ആ ഓട്ടോയുടെ പിറകെ ഓടുന്നത്. എനിക്ക് തോന്നുന്നു അവരെയും എന്തോ രീതിയിൽ പറ്റിച്ചിട്ടുണ്ട്. ഇവിടെ വന്നിറങ്ങിയപ്പോൾ ആദ്യം കണ്ട കാഴ്ച ഇതാണ്. 2-3 തൂണൊക്കെ കുഴിച്ചിട്ട് അതിലൊരു കയറും കെട്ടി അതിന്റെ മുകളിൽ നിന്ന് ഒരു ചെറിയ മോള് കാണിക്കുന്നത് കണ്ടോ? അവളുടെ കഴിവാണിത്, എല്ലാവർക്കും പറ്റില്ല. എന്നിരുന്നാലും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കാണിക്കുന്ന ഈ ഒരു പരിപാടി കണ്ടപ്പോൾ ശരിക്കും സങ്കടം തോന്നി. ഒരു കുഞ്ഞു മോളല്ലേ അത്. ഇവിടെ നിന്ന് ഇനി ഏതാണ്ട് 1/2 കിലോമീറ്ററോളം നടന്നാൽ മാത്രമേ ദേവാലയത്തിലേക്ക് എത്തുകയുള്ളൂ. പോകും വഴിയുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ്. കണ്ടില്ലേ, ജാതി മതഭേദം ഇനി എല്ലാവരും വന്ന് പങ്കെടുക്കുന്ന ഒരു പെരുന്നാളാണിത്. നല്ല തിരക്കാണ്. ഇവിടുത്തെ മെയിനായിട്ട് തിരക്ക് വരുന്നത് രാത്രി 9 മണിക്ക് ശേഷമാണെന്നാണ് പറയപ്പെടുന്നത്. രാവിലെ 3 മണി വരെയൊക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കുമെന്ന് പറയുന്നു. സാധാരണ ഉത്സവ പറമ്പുകളിലും പെരുന്നാൾ സ്ഥലങ്ങളിലും ഒക്കെ കാണുന്നത് പോലെ തന്നെ ഇവിടെയും കുറേയേറെ വഴിയോര കച്ചവടക്കാരുണ്ട്. എന്ത് സാധനം നമുക്ക് ആവശ്യമുണ്ടോ അതൊക്കെ ഇപ്പോൾ ഇവിടെ കിട്ടും. ആ രീതിയിലുള്ള കച്ചവടങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇനി ഇവിടുത്തെ കുറച്ച് വഴിയോര കാഴ്ചകളൊക്കെ കണ്ട് നേരെ ദേവാലയത്തിലേക്ക് പോകാം. കുട്ടികളുമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഇവിടെ നിന്ന് തിരികെ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുട്ടികളുമായിട്ട് വരുന്നതുകൊണ്ട് പോക്കറ്റ് എപ്പോൾ കാലിയായെന്ന് ചോദിച്ചാൽ മതി. കുഞ്ഞുങ്ങളെ ആകർഷിക്കുന്ന രീതിയിലുള്ള കുറേയേറെ കാര്യങ്ങൾ ഇവിടെയുണ്ട്. കടകളിലാണേലും അതെ, ഉന്തുവണ്ടിയിലാണേലും അതെ.
ടോയ്സും മധുരപലഹാരങ്ങളും ഒക്കെ ആയിട്ട് കൂടുതലും കുഞ്ഞുങ്ങളെ ആകർഷിക്കുന്ന കാര്യങ്ങളാണ്. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ളതുമുണ്ട്. ഈ കാണുന്ന കടകളൊക്കെ ഇപ്പൊ പെരുന്നാൾ സംബന്ധമായിട്ട് താൽക്കാലികമായിട്ടുള്ളതാണ്. ഇവിടുത്തെ ഈ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ പോയി ഒരു ഷോപ്പിംഗ് മാളിൽ അന്വേഷിച്ചാൽ പോലും കിട്ടാത്ത പല സാധനങ്ങളും ഇപ്പോൾ ഇവിടെ കിട്ടുമെന്നാണ്. ഇവിടെ കേരള ഹൽവ എന്ന് പറഞ്ഞൊരു സ്റ്റോൾ കാണുന്നുണ്ട്. തൊട്ടടുത്തായിട്ട് ഭരണികളുടെ ഒരു വൻ ശേഖരമുണ്ട്. ഈ കാണുന്ന അല്ലകട്ടോ, ഇതിൻ്റെ പുറകിലോട്ട് കുറേ ഉണ്ട്. പല നിറത്തിലും രൂപത്തിലും വലിപ്പത്തിലും ഒക്കെയുള്ള ഭരണികൾ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെയും നമുക്ക് തണ്ണിമത്തൻ വിൽപ്പനക്കാരെ കാണാൻ കഴിയും കേട്ടോ. കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു രീതി കണ്ടില്ലേ? ചെറിയ പീസുകളാക്കി ഗ്ലാസുകളിലാക്കി വെച്ചേക്കുകയാണ്. ഈ കട എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ചെറിയൊരു കടയാണ്. നിറയെ പഴക്കുലകൾ കെട്ടിത്തൂക്കിയിട്ട് അതിൻ്റെ നടുക്ക് ഒരാൾ ഇരിപ്പുണ്ട്. അവൽ മിൽക്ക് വിൽക്കുന്ന കടയാണെന്നൊക്കെയാണ് പറയുന്നത്. ഇത് കണ്ടോ, ഇത് അതിലും നല്ല ഭംഗിയുണ്ട്. കുലുങ്ങി ഇരിക്കുന്ന കണ്ടില്ലേ? ഞാൻ വീഡിയോ എടുക്കുന്നു എന്ന് കണ്ടപ്പോഴത്തേക്കും അതിൻ്റെ ഉടമസ്ഥൻ അതൊന്ന് കുലുക്കുകയും കൂടെ ചെയ്തു. അപ്പോൾ പിന്നെ അവരുടെ തല കുലുക്കം കൂടി. ഇവിടെ രണ്ട് ഗോപുരം പോലെ കാണുന്നില്ലേ? ഇതാണ് ദേവാലയം. ഈ ദേവാലയം ഒരു മല ഇടിച്ചു നിരത്തിയിട്ടാണ് പണിതിരിക്കുന്നത്. ചെറിയൊരു കയറ്റം കയറിയാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് നമ്മൾ. ദേവാലയത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇവിടെ ജൈൻ വീലൊക്കെ കാണുന്ന ഈ ഒരു ഏരിയ മുഴുവനും കുട്ടികൾക്കായിട്ട് വേർതിരിച്ചിട്ടിരിക്കുകയാണ്. അവർക്ക് കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് അവിടെ. ദേവാലയത്തിന്റെ മുന്നിലായിട്ട് ഇതുപോലെ വലിയ രണ്ട് ആർച്ച് നമുക്ക് കാണാം. ഈ ആർച്ച് കടന്നു വേണം ദേവാലയത്തിന്റെ ഉള്ളിലേക്ക് പോകാനായിട്ട്. ദേവാലയത്തിന്റെ മുന്നിലുള്ള കടകളൊക്കെ ഈ കാണുന്നത് പോലെ കൊന്തമാലകളും മെഴുകുതിരിയും രൂപങ്ങളും ദേവാലയത്തിലേക്ക് വേണ്ടുന്ന സാധനങ്ങളും ഒക്കെ വിൽക്കുന്ന കടകളാണ് കൂടുതലായിട്ടുള്ളത്. ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്നാൽ ആദ്യം കാണുന്ന ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് ആണ്. ഈ കാണുന്ന പോലെ വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ഉള്ള ഒരു ദേവാലയം തന്നെയാണിത്. പക്ഷെ ഇപ്പോൾ പെരുന്നാൾ ആയതുകൊണ്ട് മാത്രമാണ് നമ്മുടെ വാഹനങ്ങളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്തത്. ഇപ്പോൾ ഇവിടെ ദേവാലയത്തിന്റെ ഉള്ളിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും മനോഹരമായ ഈ ദേവാലയത്തിൽ വന്ന് ഇവിടുത്തെ ഈ പെരുന്നാളിൽ പങ്കെടുക്കുന്ന നാം ഓരോരുത്തരും ഈ ദേവാലയത്തിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണെന്ന് കൂടി അറിഞ്ഞിരിക്കണം. അതായത് ടിപ്പു സുൽത്താൻ മൈസൂർ ഭരിച്ചിരുന്ന കാലത്ത് ഇന്ന് നമ്മളിപ്പോൾ ഈ കാണുന്ന ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 7 കിലോമീറ്റർ മാറിയായിരുന്നു അന്നത്തെ ദേവാലയം ഉണ്ടായിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അന്ന് കാലത്ത് ക്രിസ്ത്യാനികൾ കുറേയേറെ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിരുന്ന ഒരു കാലമായിരുന്നു ടിപ്പു സുൽത്താന്റെ ഭരണകാലം. അന്നുണ്ടായിരുന്ന ദേവാലയം ടിപ്പു സുൽത്താന്റെ സൈന്യം കൊള്ളയടിച്ച് നശിപ്പിച്ചതിന് ശേഷം ക്രിസ്ത്യാനികളെ മുഴുവനും തടവുകാരാക്കി ശ്രീരംഗപട്ടണത്തിലേക്ക് കൊണ്ടുപോയി. കുറേ നാൾ അങ്ങനെ അവർ തടവുകാരായിട്ടിരുന്നു. അതിനുശേഷം 1801 തടവിൽ നിന്ന് മോചിതരാകുന്നത്. അപ്പോൾ അവർ വീണ്ടും മറ്റൊരു പള്ളി പണിയുന്നതിനെ പറ്റി ചിന്തിച്ചു. ചെറിയ ഓല മേഞ്ഞ ഒരു പള്ളി ആയാലും മതി, ഒരു പള്ളി പണിയണമെന്നുള്ള ചിന്തയിലേക്ക് വന്നു. അങ്ങനെ അവര് മഹാനും വിശുദ്ധനും രക്തസാക്ഷിയും ഒക്കെയായ സെന്റ് ലോറൻസിന്റെ നാമധേയത്തിൽ ഒരു പള്ളി പണിയുന്നതിന് വേണ്ടിയിട്ട് 1839 ഗോവയിലുള്ള ഒരു പുരോഹിതന്റെ നേതൃത്വത്തിൽ സെന്റ് ലോറൻസിന്റെ ഒരു പ്രതിമയുമായി പള്ളി പണിയാനുള്ള സ്ഥലം അന്വേഷിച്ച് യാത്രയായി. അങ്ങനെ കുറേ ദൂരം യാത്ര പിന്നിട്ടപ്പോഴേക്കും അവരൊക്കെ ക്ഷീണിതരായി ഒരു കുന്നിൻ ചുവട്ടിൽ ക്ഷീണം മാറ്റുന്നതിന് വേണ്ടിയിട്ടിരുന്നു. ആ കുന്നിൻ ചുവടാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ഥലം. ഇവിടെ ചെറിയൊരു കുളം കണ്ടു. കുളത്തിലെ വെള്ളം കുടിച്ച് ക്ഷീണം മാറ്റാമെന്ന് കരുതി കയ്യിലുണ്ടായിരുന്ന പ്രതിമ താത്തു വെച്ച് കുളത്തിനരികത്തേക്ക് നടന്നു വെള്ളം കുടിച്ച് ക്ഷീണമൊക്കെ മാറ്റിയതിന് ശേഷം തിരികെ വന്ന് പ്രതിമയും എടുത്ത് യാത്ര തുടരാൻ നോക്കുമ്പോൾ പ്രതിമ അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല. പ്രതിമ അവിടെ ഉറച്ചിരിക്കുകയാണ്. പുരോഹിതനും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ചേർന്ന് സർവ്വശക്തി ഉപയോഗിച്ചിട്ടും പ്രതിമ ഒന്ന് അനക്കാൻ പോലും പറ്റിയില്ല. അപ്പോൾ അവർ തീരുമാനിച്ചു, ഇത് ദൈവഹിതമാണ്, ഇവിടെയാണ് പള്ളി പണി കഴിപ്പിക്കേണ്ടത് എന്ന് കരുതി ഇവിടെ അവർ പള്ളി പണി കഴിപ്പിച്ചു. ഇത് കണ്ടില്ലേ, മിറക്കുലസ് പോണ്ട് എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് പള്ളിയുടെ പിറകിൽ ഒരു സൈഡിലായിട്ട് പള്ളിയോട് ചേർന്ന് തന്നെയാണുള്ളത്. ഈ കുളത്തിൽ നിന്നാണ് അന്ന് അവർ വെള്ളം കുടിച്ചത്. ഇപ്പോൾ ഈ കുളം കുറച്ചുകൂടെ നല്ലതായിട്ട് വിപുലീകരിച്ച് സൈഡൊക്കെ കെട്ടി ഒരു പുണ്യതീർത്ഥമായിട്ട് ഇവിടെ കരുതിയിരിക്കുകയാണ്. ഇവിടെ വരുന്ന വിശ്വാസികളൊക്കെ ഇവിടെ വന്ന് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് പോകാറുണ്ട്. ഇവിടെ ഈ കാണുന്നതൊക്കെ നാണയമാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്, വിശ്വാസികൾ ഇടുന്നതാണ്. ഈ കുളത്തിൽ കുറച്ച് മത്സ്യങ്ങളുമുണ്ട്. അന്നവർ പണി കഴിപ്പിച്ചിരുന്ന ദേവാലയം വളരെ ചെറിയൊരു ദേവാലയമായിരുന്നു. പിന്നീട് ഈ സംഭവങ്ങളൊക്കെ ലോകമെമ്പാടും അറിയപ്പെടാൻ തുടങ്ങി. പള്ളിയുടെ പ്രശസ്തി വർദ്ധിച്ചു, ഭക്തരുടെ എണ്ണം കൂടി. പള്ളിയിൽ പിന്നെ എല്ലാ ഭക്തരെയും ഉൾക്കൊള്ളാൻ പറ്റാതെയായി. അങ്ങനെ 1901 മറ്റൊരു വലിയ പള്ളി പണി കഴിപ്പിച്ചു. ഇപ്പോൾ ഇവിടുത്തെ ഈ കുളം അത്ഭുത കുളമായിട്ടാണ് അറിയപ്പെടുന്നത്. അന്നവർ ഇവിടെ വന്നപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന പ്രതിമ ഇവിടെ നിന്ന് ഇളക്കാൻ പറ്റാതെ ആയിട്ടില്ലേ, ആ പ്രതിമ ഇപ്പോഴും ഇവിടെ സൂക്ഷിക്കുന്നുണ്ട്. ആ പ്രതിമയാണ് ഇപ്പോൾ ഇവിടെ വെച്ചേക്കുന്നത്. ആ പ്രതിമ തൊട്ട് ഒന്ന് നേർച്ച കാഴ്ചകളൊക്കെ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഭക്തർ ക്യൂ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇപ്പോൾ ഈ
കാണുമ്പോൾ കുറച്ച് പുതുമ തോന്നുന്നില്ലേ? ഇവിടുത്തെ ഈ കുളവും ഈ പ്രതിമയും ഒക്കെ പുതുക്കി പണിത് വെച്ചിരിക്കുന്നതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. 1975 ഇത് പുതുക്കി പണിതത്. ഈ ദേവാലയം ഇന്ന് ഇവിടെ ജാതി മതഭേദമന്യേ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാവർക്കും ഒരു വഴികാട്ടിയാണ്. 10,000-ലധികം ഭക്തരാണ് ഇവിടെ വന്നു പോകുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ദേവാലയത്തിൽ വന്ന് ഇവിടുത്തെ പെരുന്നാളിലെ ചില കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നി. പള്ളിയുടെ ഒരു സൈഡിലായിട്ട് 2 ജനാലകളുടെ അടുത്തായിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്നത് കണ്ട് അതെന്താണെന്ന് നോക്കുന്നതിന് വേണ്ടി ഞങ്ങളും ഇവിടത്തേക്ക് വന്നു. ഇവിടെ വന്നപ്പോൾ കണ്ടത് പുണ്യജലവും ഓരോ പൂവും കൊടുക്കുന്നതായിട്ടാണ്. ഈ പൂ വാങ്ങിക്കൊണ്ട് പോയിട്ട് ഇവിടെ തന്നെ മാതാവിൻ്റെയും സെൻറ്റ് ലോറൻസിൻ്റെയും ഒക്കെ പ്രതിമകൾ അവിടെയായിട്ട് വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ നമുക്ക് ഈ പൂവ് അവിടെ സമർപ്പിക്കാം. അങ്ങനെയാണ് ഇത് വാങ്ങിക്കൊണ്ട് പോകുന്ന പലരും ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടത്. ചിലരൊക്കെ അത് കൈ പിടിച്ചുകൊണ്ട് പോകുന്ന കണ്ടു. ഒരുപക്ഷെ ഇനി വീട്ടിൽ കൊണ്ടുപോകാനായിരിക്കാം. അതിനെപ്പറ്റി എനിക്ക് വിശദമായിട്ട് അറിയില്ല. പള്ളിയുടെ മുൻവശത്തായിട്ട് ഈ കാണുന്നത് പോലെ വലിയൊരു കൊടിമരമുണ്ട്. ഇപ്പോൾ സന്ധ്യ ആയപ്പോഴേക്കും ഇവിടെയൊക്കെ പല നിറത്തിലുള്ള ലൈറ്റുകളൊക്കെ ഇട്ട് കൂടുതൽ മനോഹരമായ കാഴ്ചയാണിപ്പോൾ ഉള്ളത്. കണ്ടില്ലേ, ദേവാലയം കൂടുതൽ മനോഹരമായിട്ടുണ്ട്. കുറേയേറെ കളർഫുള്ളായിട്ടുള്ള ലൈറ്റുകളൊക്കെ ഇട്ടു. യൂറോപ്പിലെ മനോഹരമായ പള്ളികളെയും കത്തീഡ്രലുകളെയും ഒക്കെ പോലെ തന്നെ ഗോത്തിക് ശൈലിയിലാണ് ഈ ദേവാലയവും പണി കഴിപ്പിച്ചിരിക്കുന്നത്. കിരീടം വെച്ചിരിക്കുന്നത് പോലെ 2 കുരിശുകളൊക്കെ വെച്ച് ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന 2 ഗോപുരങ്ങൾ ഈ പള്ളിയുടെ മുൻവശത്തായിട്ട് കാണുന്നില്ലേ? ഇത് നമുക്ക് വളരെ ദൂരത്തുനിന്ന് തന്നെ കാണാൻ കഴിയും. ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, പിറകിലായിട്ട് പ്രത്യേകിച്ച് മരങ്ങളോ ഒന്നും ഒരു തടസ്സവുമില്ലാതെ ആകാശത്ത് വരച്ചു വെച്ചിരിക്കുന്നത് പോലെയാണ് ഈ പള്ളി നമുക്ക് കാണുന്നത്. ഈ പള്ളി 2000 ആണ്ടിലാണ് ഇതേ രീതിയിൽ പുതുക്കി പണിതത്. അതിനുശേഷം 2016 മാർപ്പാപ്പ ഈ ദേവാലയത്തെ മൈനർ ബസിലിക്കയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ പള്ളിയുടെ സൈഡിലായിട്ട് ഈ കാണുന്ന ഒരു പ്രതിമയോടുകൂടി ഒരു വലിയൊരു ഗോപുരമുണ്ട്. ഇത് 100 അടി ഉയരമുള്ളൊരു ഗോപുരമാണ്. ഇത് 1997 ഇവിടെ പണി കഴിപ്പിച്ചത്. ഇത് കണ്ടില്ലേ, ചെറിയൊരു കയറ്റം പോലെ തോന്നുന്നില്ലേ? ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. ഇപ്പോൾ സൂര്യാസ്തമനത്തിൻ്റെ സമയം കൂടി ആയതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ കാണാനായിട്ട് പ്രത്യേക ഒരു മനോഹാരിതയുണ്ട്. പള്ളിയൊക്കെ ലൈറ്റും ഒക്കെ ഇട്ട് അലങ്കരിച്ചപ്പോഴേക്കും വളരെ മനോഹരമായൊരു കാഴ്ച തന്നെയാണ്. അങ്ങനെ അവിടുന്ന് കാഴ്ചയൊക്കെ കണ്ടിറങ്ങി ഇനി നേരെ പിള്ളേർക്ക് കളിക്കുന്നതിനായിട്ട് ഒരുക്കിയിട്ടിരിക്കുന്ന ആ സ്ഥലവും കൂടെ പോയി ഒന്ന് കാണാമെന്ന് കരുതി. പോകും വഴിയിലൊക്കെ ഇതുപോലെയുള്ള കച്ചവടക്കാരെ കാണുന്നുണ്ട്. ലൈവായിട്ട് ജിലേബിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നവരെ കാണാൻ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിള്ളേർക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വന്നു. കണ്ടില്ലേ, മൂക്കിൽ കൂടെയും വായിൽ കൂടെയൊക്കെ പുകയൊക്കെ വിട്ട് നിൽക്കുന്നത്. സ്മോക്കി ബിസ്ക്കറ്റ് എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. എന്താണെന്നൊന്നും എനിക്ക് വിശദമായിട്ട് അറിയില്ല, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കാം. ഈ ദേവാലയത്തിൽ ഇതിനു മുന്നേ ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അന്ന് ഇവിടെ വന്ന് ചിത്രീകരിച്ച കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ. എൻ്റെ ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ ഈ ചർച്ചിനെ പറ്റിയുള്ളതാണ്. ഈ ദേവാലയത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. പിള്ളേർക്ക് കളിക്കുന്ന ഒരു ഈ സ്ഥലമൊക്കെ കണ്ട് ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇനി തിരികെ പോകാൻ പോവുകയാണ്. പോകും വഴി ഒരു തണ്ണിമത്തനും കൂടെ ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകണം. അപ്പോൾ ഈ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് എഴുതി അറിയിക്കുകയും വേണം. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വേഗം കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ലിൻഡ വർഗീസ്.